ഹലോ, ബിൽഡിയർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ നമ്മൾ RRB NTPC 45 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ കുറച്ച് വീഡിയോസ് സയൻസ്, GK, മാത്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്സിൽ തന്നെ രണ്ടാമത്തെ സെറ്റാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് HCF LCM RRBയുടെ എല്ലാ എക്സാംസിനും കോമൺ ആയിട്ട് ചോദിക്കുന്ന LCM HCFലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് NTPC സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ പോലും നമുക്ക് ബാക്കിയുള്ള എക്സാംസിന് ഗ്രൂപ്പ് ഡി ആണെങ്കിലും JEയുടെയും LPയുടെയും CBT2 എക്സാംസിനൊക്കെ ആണെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് RRB SSC എക്സാം ഓറിയന്റഡ് കണ്ടന്റ്സ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് കയറി നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. A sum of money doubles itself in 12 years at a certain rate of compound interest compounded annually. In how many more years will it become 8 times itself? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് അറിയാത്തവർക്കാണ് ആയിട്ട് ഞാൻ പറയുകയാണ്. ഡബിൾസ് ഇറ്റ്സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കണം? 2 എന്ന് കൊടുത്തു. ഓക്കെ, 2n ആണ് ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. 2n എന്ന ഫോർമുലയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ 2n എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയോ കിട്ടേണ്ടത്? നമുക്ക് കിട്ടേണ്ടത് 2n is equal to എത്ര ടൈംസ് ആണ്? 8 ടൈംസ്. അപ്പൊ 2n എന്ന് പറഞ്ഞാൽ 8 എന്ന് നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പൊ n-ന് ഏത് പവർ വരുമ്പോഴാണ് നമുക്ക് 8 കിട്ടുക? n-ന് 3 വരുമ്പോഴാണ് നമുക്ക് 8 കിട്ടുക അല്ലെ? ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. 2n എന്ന് പറയുമ്പോൾ 8 ആണ്. അപ്പൊ n-ന്റെ പവർ 3 വരുമ്പോഴാണ് നമുക്ക് 8 കിട്ടുന്നത്. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കണേ? 12 വർഷം കഴിയുമ്പം എന്താണ്? ഡബിൾ ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 12 വർഷം നമ്മൾ എടുക്കണം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 8 ടൈംസ് ആവുന്നത് എത്ര വർഷം കഴിയുമ്പോഴാണ്? നമ്മൾ ആക്ച്വലി ഇവിടെ ചെയ്യേണ്ടത് 12 into 3 എന്നാണ് ചെയ്യേണ്ടത്. ഓക്കെ, 12 into 3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 36 എന്ന് കിട്ടും. ഓടിപ്പോയി 36 എന്ന് മാർക്ക് ചെയ്ത് വയ്ക്കരുത്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി മോർ ഇയേഴ്സ്? ഇനി ഈ 12 വർഷം കൂടാണ്ട് എത്ര വർഷം എടുത്തിട്ടാണ് 8 ടൈംസ് ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ത് ചെയ്യണം? 36 - 12 ചെയ്താൽ ഇനി 24 ഇയേഴ്സ് കഴിയുമ്പോഴാണ് എന്താവുന്നത്? 8 ടൈംസ് ആവുന്നത്. ഓക്കെ, ജസ്റ്റ് 8 ടൈംസ് ആവുന്നത് എപ്പോന്ന് ചോദിച്ചാൽ നമുക്ക് 36 എന്ന് മാർക്ക് ചെയ്യാം. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ മെനി മോർ ഇയേഴ്സ്? ഇനി എത്ര വർഷം വേണ്ടി വരുന്ന ചോദിച്ചിരിക്കണേ. സോ ആൻസർ എന്താണ്? 24 ആണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A sum of money when invested at 12.5% per annum simple interest becomes rupees 8250 after 2 years. What will be the simple interest in 1 year? ഓക്കെ, 2 വർഷം കഴിയുമ്പോൾ എത്രയാവുന്നുണ്ട്? ആ എമൗണ്ട് എത്രയാവുന്നുണ്ട്? 8250 ആവുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 12.5 ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തറിയാം? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതോ ഒരു നമ്പറിന്റെ അല്ലെങ്കിൽ നമുക്ക് 12.5 എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണ്. അപ്പൊ 2 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 25% ആയിരിക്കും അല്ലെ? 12.5 into 2 ചെയ്യുമ്പോൾ നമുക്ക് 25% ആണ് 2 വർഷത്തേക്ക്. അതായത് ഏതോ ഒരു നമ്പറിന്റെ 125/100 ആണ് എത്ര എന്ന് പറയുന്നത്? 8250 എന്ന് പറയുന്നത്. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും. 8250 into 100 divided by 125 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും. ഇവിടെ കിട്ടി. 825 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1 2 അല്ല 1 6
1650 എന്ന് കിട്ടും. 1650 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 6600 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ 8250 നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 8250 മൈനസ് 6600 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി അല്ലേ? ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ 8250 എന്ന് പറയുമ്പോൾ 0, 5ൽ നിന്ന് 0 പോകുമ്പോൾ ബാലൻസ് 5, പിന്നെ ഇവിടെ എത്ര വരും? 1650 ആണ് 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ്. ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 825 ആണ് ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 825 റുപ്പീസ് ആണ് നമുക്ക് ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഞാൻ എന്നും പറയുന്നത് പോലെ ഇത്രയും സ്റ്റെപ്സ് ഒന്നും നമ്മൾ ചെയ്യുമ്പോൾ ആവശ്യം വരില്ല. നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പും അറിയാനായിട്ടാണ് ഞാൻ എല്ലാ സ്റ്റെപ്പും എഴുതി വെക്കുന്നത്, എങ്ങനെയാണ് അടുത്തതിലേക്ക് വന്ന് എന്നറിയാനായിട്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം സ്റ്റെപ്പുകൾ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ പേപ്പറിൽ എഴുതിയാൽ മതി. പിന്നെ ആരോ എന്നോട് ഒരു കമന്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് CBT എഴുതുന്ന ടൈമിൽ വർക്ക് ചെയ്യാനായിട്ട് പേപ്പറിൽ എഴുതാൻ പറ്റുമെന്ന്. നമുക്ക് റഫ് ഷീറ്റ് തരും. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആരോ ആണ് ആ ചോദ്യം ചോദിച്ചത്. നമുക്ക് റഫ് ഷീറ്റ് തരും കേട്ടോ. CBT എക്സാം ആണെങ്കിലും നമുക്ക് റഫ് ഷീറ്റ്സ് തരും. നമ്മുടെ കാൽക്കുലേഷൻസും കാര്യങ്ങളും നമുക്ക് തോന്നുന്ന കാര്യങ്ങളും എല്ലാം, തോന്നുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റും എന്നല്ല ഞാൻ പറയണത്, എക്സാം ആയിട്ട് ഓറിയന്റഡ് ആയിട്ട് ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ആ റഫ് ഷീറ്റിനകത്താണ് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തത്. എ മാൻ ഇൻവെസ്റ്റഡ് ₹65,000 at 7.5% per annum simple interest for 6 years. Find the amount he will receive after 6 years. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. 6 വർഷം കഴിയുമ്പോൾ എത്ര രൂപയാണ് കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിവിടെ എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. എന്താ ചെയ്യുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് 6 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് നോക്കുക. P ഇൻറ്റു R ഇൻറ്റു T ഡിവൈഡഡ് ബൈ 100 ആണ് നമുക്ക് എന്ത് വരുന്നത്? 6 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ P എത്രയാ വരണേ? 65,000 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര വരും? 15/2 എന്ന് വരും. ഇൻറ്റു എത്രയാ വരിക? 6 വർഷമാണ് അല്ലെ? 6 ഡിവൈഡഡ് ബൈ 100 എന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ 0 0 ക്യാൻസൽ ആവും. ഈ 2ഉം ഈ 6ഉം ക്യാൻസൽ ആയിട്ട് ഇവിടെ 3 ആവും. എന്ത് വരും? 65 ഇൻറ്റു 45 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാ കിട്ടുക? 65 ഇൻറ്റു 45 ചെയ്യുന്ന ടൈമിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 29250 എന്നാണ് കിട്ടുക. ഇതെന്താണ്? ഇത് 6 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. നമ്മളോട് എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 65,000 പ്ലസ് 29250 ചെയ്താൽ മതി അല്ലേ? അപ്പൊ 0524194,250 ആണ് നമുക്ക് എന്ത് വരുന്നത്? 6 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 94,250 റുപ്പീസ് ആണ് നമുക്ക് കിട്ടുന്നത്. നോർമൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടു, എന്നിട്ട് പ്രിൻസിപ്പൽ എമൗണ്ടും ഈ സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക കേട്ടോ. ഇതെന്താണ്? ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിൽ എന്താവും? 1250 ആവും. 2 ഇയേഴ്സിൽ 1250 ആവും. ദെൻ 2000 ആവും എത്ര വർഷത്തിൽ? 5 വർഷത്തിൽ അത് 2000 ആവും. അങ്ങനെയാണെങ്കിൽ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, 2 വർഷത്തിൽ 1250, 5 വർഷത്തിൽ 2000. അപ്പൊ ഇടയിലുള്ള 3 വർഷത്തെ എന്തായിരിക്കും? ഇടയിലുള്ള 3 വർഷത്തേക്കുള്ളത് എത്രയായിരിക്കും? 2000 മൈനസ് 1250 എന്ന് പറഞ്ഞാൽ 750 രൂപയാണ് എന്ത് വരുന്നത്? 3 വർഷത്തെ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് മനസ്സിലായി? 250 രൂപയാണ് ഒരു വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടിയിട്ടില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ആദ്യം ഈ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്ക്, ഇവിടെ 3 വർഷം 750 ആണെന്ന് പറഞ്ഞു, ഒരു വർഷത്തേക്ക് 250 രൂപയാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് മൈൻഡ് കാൽക്കുലേഷനിൽ തന്നെ ചെയ്യാം. 1250 2 വർഷത്തേക്ക് എന്തായി? 1250 ആണ് എമൗണ്ട് ആയത് അല്ലെ? അപ്പോൾ ഒരു 250 എന്താണ്? രണ്ടാമത്തെ വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ആദ്യത്തെ വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് അപ്പൊ എത്രയാണ്? ഒരു 250 കൂടെ വരും അല്ലെ? ഈ
1250 ഒരു 250 എന്താണ് ആദ്യത്തെ വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, പിന്നെ ഒരു 250 രണ്ടാമത്തെ വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ മൊത്തം എന്തായി 1250 മൈനസ് 500 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 750 റുപ്പീസ് എന്ന് കിട്ടി. അപ്പൊ പ്രിൻസിപ്പൽ എത്രയാണെന്ന് മനസ്സിലായി? 750 ആണെന്ന് മനസ്സിലായി. ഇനി ഇതിൽ നിന്ന് നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? 750 ഇൻറ്റു ആർ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു 250, ഒരു വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇതിൽ നിന്ന് നമുക്ക് ആർ എങ്ങനെ കണ്ടുപിടിക്കാം? 250 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 750. 250 ഇൻറ്റു 3 ആണ് 750. 100 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 13.33% എന്നാണ് വരുന്നത്. അത് നമുക്ക് ഈ ഒരു നമ്പർ 100 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് ഒരു നമുക്ക് പഠിക്കേണ്ട നമ്പറാണ്. 100 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തായിരിക്കും? 33.33% ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സം ഓഫ് മണി ലെൻറ്റ് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട്സ് ടു 8/5% ഓഫ് ഇറ്റ് ഇൻ 4 years. ഫൈൻഡ് ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഒരു എമൗണ്ട് നമ്മളിപ്പോൾ 100 ആണ് എമൗണ്ട് ആയിട്ട് എടുക്കുന്നത്. 100ന്റെ 8/5 ആവുന്നത് 8/5 എന്ന് പറഞ്ഞാൽ എത്രയാ വരുന്നത്? ഇവിടെ നോക്ക്, ഇവിടെ എന്ത് വരും? 20 എന്ന് വരും. 160 ആണ് 8/5 എന്ന് പറയുന്നത്. ഓക്കെ, ഈ 160 അപ്പം ഇതിനകത്ത് പ്രിൻസിപ്പൽ എമൗണ്ട് 100 ആണ്. നമുക്ക് SI എത്രയാ കിട്ടുന്നത്? 60 ആണ് SI കിട്ടുന്നത്. ഇനി ഇതിന്റെ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ എളുപ്പമല്ലേ? പ്രിൻസിപ്പൽ എമൗണ്ട് 100 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ടൈം പീരീഡ് നമുക്ക് എത്ര കൊടുക്കാം? 4 1 whatever it is നമുക്ക് കൊടുക്കാം. ഡിവൈഡഡ് ബൈ 100 ചെയ്യാം. ഇവിടെ നമുക്ക് 60 റുപ്പീസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? 100 പോയി. നമ്മൾക്ക് ഇവിടെ 6 കിട്ടണമെങ്കിൽ 60 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. എത്രയാണ്? 15% ആണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. 15% ആണ് നമുക്ക് എന്ത് വരുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ എങ്ങനെയാന്ന് മനസ്സിലായല്ലോ അല്ലെ? 4 വർഷം കൊണ്ട് ഒരു എമൗണ്ട് എന്തായിട്ട് മാറും? 8/5 ആയിട്ട് മാറും. അപ്പൊ 100ന്റെ 8/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 160 ആണ്. 160 ആവാനായിട്ട് എത്ര സമയമാണ് എടുക്കുക? 6 വർഷമാണ് എടുക്കുക. 60 ആണ് ആവുന്നത്. അത് ഇതിന്റെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ 160 ആവും. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് 60 ആണ് കിട്ടുന്നത്. അതിൽ നിന്ന് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആൻസർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 15% എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അടുത്തത് Rodney invests ₹15,000 at 8% annual compound interest compounded semi-annually for 1 year. What is the amount he receives? Okay. അപ്പോൾ 15,000 നമുക്ക് എന്തുണ്ട്? പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ടൈം ദാറ്റ് മീൻസ് N ഉണ്ട്, സെമി ആനുവലി എന്ന് പറയുമ്പം N നമുക്ക് 2 ആയിട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ആനുവൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണത് സെമി ആനുവലി ആണ്. അപ്പൊ നമ്മുടെ ആനുവൽ റേറ്റ് എന്ന് പറയുന്നത് സെമി ആനുവലി ആവുമ്പോൾ എന്താവും? പകുതി ആയിട്ട് മാറും. 4% ആണ് നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുക്കേണ്ടത്. അപ്പൊ ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് ഇടാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ 15,000 ഇൻറ്റു 1 പ്ലസ് 4/100 റൈസ് ടു എത്ര തവണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? 2 തവണ കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ? ഒരു വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ 2 തവണയാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 15,000 ഇൻറ്റു 104 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 104 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. 0 0 പോവും, ഇവിടെ 0, ഇവിടെ ഒരു 0 പോവും, ഇവിടെ 3 ആവും, ഇവിടെ 2 ആവും. ദെൻ ഈ 2നെ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 52 എന്നും കിട്ടും. അപ്പൊ നമ്മളിവിടെ ആക്ച്വലി ചെയ്യേണ്ടത് എന്താണ്? 3 ഇൻറ്റു 104 ഇൻറ്റു 52 എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുക. എന്ത് ചെയ്യണം? ആൻസർ കിട്ടുന്നത് എത്രയാണ് എന്നുള്ള കാര്യം എനിക്കൊന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരണം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. അത് മാക്സിമം സ്പീഡ് കൂട്ടി ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If the simple interest on a sum of money at 8% per annum is 2,000 in 2 years, then find the compound interest on the same sum at the same rate for the same period in case of annual compounding.
നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ്, ഒരു മണി 8% പെർ ആനം വരുന്ന ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് 2 വർഷത്തിൽ 2000 രൂപയാവുകയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എല്ലാം പീരീഡ് ഓഫ് ടൈമും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും എല്ലാം സെയിം ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കണം അല്ലേ? പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 8 into 2 divided by 100 is equal to 2000 എന്ന് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. ഇതൊന്ന് P നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 2000 into 100 divided by 8 into 2 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 1000 എന്ന് കിട്ടും. 8000 എത്ര ടൈംസ് ആണ് പോവുക? 125 ടൈംസ് ആണ് പോകുന്നുണ്ടാവുക. സോ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 12,500 റുപ്പീസ് ആണ്. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്താൽ മതി? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 12,500 8% ആണ് അല്ലേ? എത്ര ആനുവൽ കോമ്പൗണ്ടിങ് ആണ് 2 വർഷത്തേക്ക്. അപ്പൊ നമുക്ക് 108/100 into 108/100 എന്ന് ചെയ്യാൻ പറ്റും. 0 ക്യാൻസൽ ചെയ്യും. ഇവിടെ 5 ടൈംസ് ആണ് 25 വെച്ച്, ഇവിടെ 4 ടൈംസ് ആണ് വരിക. നമ്മൾ 2 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 2 വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ 54 എന്ന് വരും. ഇവിടെ 2 ആവും. ഇവിടെ എന്താവും? ഇവിടെയും 54 ആവും. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 5 into 54 into 54 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എമൗണ്ട് ആണ് കിട്ടുക അല്ലെ? നമുക്ക് ഇവിടുത്തെ എമൗണ്ട് ആണ് കിട്ടുന്നത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എമൗണ്ട് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 5 into 54 into 54 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 54 സ്ക്വയർ ചെയ്യാൻ നമുക്ക് അറിയാം അല്ലെ? 54ന്റെ സ്ക്വയർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 4 സ്ക്വയർ 16 ആണ്. ബാലൻസ് 1. 5 into 4 20. 20 into 2 എന്താണ്? 40. 40 plus 1 41. ബാലൻസ് 4 എന്ന് വരും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അടുത്തത് 5 സ്ക്വയർ ആണ്. 5 സ്ക്വയർ 25 ആണ്. 25 plus 4 എന്താണ്? 29 ആണ്. ഇൻറ്റു 5 ചെയ്യണം. ഇൻറ്റു 5 ചെയ്യുമ്പോൾ 0 8 45 4 14580 ആണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഇതെന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് എങ്ങനെ കിട്ടും? 14580 മൈനസ് 12,500 ചെയ്താൽ മതി അല്ലേ? 080. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി 2080. ഓക്കെ, 2080 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ എങ്ങനെയാ ചെയ്തതെന്ന്? അടുത്തത്, 2 banks A and B offered loans at 5.5% and 6.5% per annum respectively. Okay. Ramesh borrowed rupees 3 lakhs from each bank. Find the difference between the simple interest amount paid by Ramesh to the 2 banks after 2 years. 2 വർഷം കൊണ്ട് രണ്ടിടത്തും 5.5%, ഒരിടത്ത് 5.5%, ഒരിടത്ത് 6.5%മാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 3 lakhs എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷം കൊണ്ടും അവിടെ രണ്ടിടത്തും രമേശ് കൊടുക്കുന്ന സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഇത് തമ്മിലുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിഫറൻസ് ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 1% ആണ് അല്ലെ? 6.5 മൈനസ് 5.5 എന്ന് പറയുമ്പോൾ 1%. അപ്പോൾ അത് 2 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ എത്രയാവും? ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2% ആണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 3 lakhന്റെ 2% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലെ? 2% എന്ന് പറയുമ്പോൾ എത്രയാ വരിക? 6,000 റുപ്പീസ് ആണ് അവിടെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, 6,000 റുപ്പീസ് ആണ് ഡിഫറൻസ് വരുന്നത്. കാര്യം മനസ്സിലായല്ലോ അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം എ സം ഓഫ് മണി വിൽ ഡബിൾ ഇറ്റ്സെൽഫ് ഇൻ 16 ഇയേഴ്സ്. 16 വർഷം കൊണ്ട് ഒരു സം ഓഫ് മണി സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ എത്ര റേറ്റിലായിരിക്കും ഡബിൾ ആവുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇക്വേഷൻ PRT/100 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഡബിൾ ആവുക എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഡബിൾ ആവുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ത് തന്നെ ആയിരിക്കും? പ്രിൻസിപ്പൽ എമൗണ്ട് തന്നെ ഈക്വൽ ആവും. പ്രിൻസിപ്പൽ എമൗണ്ടിന് ഈക്വൽ ആവുമ്പോഴല്ലേ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മുടെ എമൗണ്ട് ഡബിൾ ആവുക. സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ടിന് ഈക്വൽ ആവുമ്പോഴാണ് നമ്മുടെ എമൗണ്ട് ഡബിൾ ആവുന്നത്.
അപ്പം ഇത് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടേക്ക് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് വേണ്ടത് എന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, പി ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പി ഇൻറ്റു 16 എന്ന് നമുക്ക് കിട്ടി അല്ലേ. പി ക്യാൻസൽ ചെയ്തു. 100/16 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാ കിട്ടുക, 100/16 എന്ന് പറയുമ്പോൾ നമുക്ക് 6.25% എന്നാണ് കിട്ടുക. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് 6.25% എന്നാണ്. മനസ്സിലായല്ലോ അല്ലെ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അടുത്തത്, പ്രജ്ഞ invested ₹20 lakhs in the name of her 16-year-old daughter in a scheme that offers compound interest at 8% per annum compounded annually. What will be the total amount her daughter will receive when he turns 18? 16 വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തത് 18 വയസ്സിൽ. അപ്പൊ ടൈം എത്രയാണ്, 2 ആണെന്ന് മനസ്സിലായി. ആനുവൽ കോമ്പൗണ്ടിങ് ആണ്. അപ്പൊ എന്നും എന്താണ്, 2 ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് 20 lakh ആണെന്ന് തന്നിട്ടുണ്ട്, 8% എന്നും തന്നിട്ടുണ്ട്. നമ്മളോട് എമൗണ്ട് ആണ്. അപ്പൊ നമ്മൾ കാര്യമായിട്ട് ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. ഇൻറ്റു 8% ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, 108/100 ഇൻറ്റു 108/100 ചെയ്താൽ മതി. 0 0 0 0 ക്യാൻസൽ ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും, 108 ഇൻറ്റു 108 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ മൾട്ടിപ്ലിക്കേഷൻ്റെ മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്വയറിംഗ് മെത്തേഡും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതാണോ കൺവീനിയൻറ്റ് അത് ചെയ്യുക. 8 8s are 64, ബാലൻസ് 6, 0 0 6 തന്നെ വരും. ഇവിടെ 8 8 8 + x 16 ആണ്. 6 ബാലൻസ് 1 0 0. ആ 1 ഇങ്ങോട്ടേക്ക് എഴുതി. ഇവിടെ 1 × 1 എന്ത് വരും, 1. അപ്പം നമുക്ക് എന്ത് വരും, 1166 എന്ന് വരും. ഇൻറ്റു 20 ആണ്. അപ്പം നമുക്കിവിടെ 0 8 6 + 6 12, ബാലൻസ് 1 12 + 1 13, ബാലൻസ് 1 2 + 1 3. എഗെയിൻ ഇവിടെ 233280 ആണ് നമുക്ക് എന്ത് വരുന്നത്, 2 വർഷം കഴിയുമ്പോൾ ഡോട്ടർക്ക് കിട്ടുന്ന, 18 വയസ്സാകുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2,33,233,280 rupees ആണ് കിട്ടുക. ഓക്കെ അല്ലേ. അപ്പം ഈ ഒരു പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്നും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്നും വരുന്നത്. നമ്മൾ പാറ്റേൺ എന്നതിനേക്കാൾ ഉപരി ഏറ്റവും മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അറ്റ് വാട്ട് റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം എ സം ഓഫ് മണി ഡബിൾസ് ഇറ്റ്സെൽഫ് എന്ന് ചോദിക്കാറുണ്ട്, ട്രിപ്പിൾസ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അവിടെ വർഷവും തന്നിട്ടുണ്ടാവും. നമ്മൾ ഡബിൾ, അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് അവിടെ ചേഞ്ച് വരുന്നത്. ഇതിപ്പോ 3 times ആണെന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താവും, 2p ആവും സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പല രീതിയിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതാണ്. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 2n എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യനും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നോക്കാനുള്ളത്. പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.